നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. തുടർച്ചയായി 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന ചരിത്ര നേട്ടമാണ് ഇതോടെ നിർമ്മല സീതാരാമൻ സ്വന്തമാക്കുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ 10 ബജറ്റുകൾ എന്ന റെക്കോർഡിന് തൊട്ടടുത്താണ് ഈ നേട്ടം. ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. സമീപകാലത്തൊന്നും ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഇത് ഏറെ ആകാംക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ബജറ്റ് നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനായി 2017 മുതലാണ് ബജറ്റ് തീയതി ഫെബ്രുവരി 28 നിന്ന് ഫെബ്രുവരി 1 മാറ്റിയത്. ഈ കാരണത്താലാണ് ഇത്തവണ ബജറ്റ് ഞായറാഴ്ച വരുന്നത്. എന്നാൽ വാരാന്ത്യങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് പുതിയ കാര്യമല്ല. 2025 ബജറ്റ് നിർമ്മല സീതാരാമൻ ശനിയാഴ്ചയാണ് അവതരിപ്പിച്ചത്. ഇതിനു മുൻപ് അരുൺ ജെയ്റ്റ്ലി 2015 2016 ഫെബ്രുവരി 28 ശനിയാഴ്ച ദിവസങ്ങളിൽ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദായ നികുതി ഘടനയിൽ ഇളവുകൾ ഉണ്ടാകുമോ എന്നതാണ് രാജ്യത്തെ മധ്യവർഗം ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. സ്വതന്ത്ര വ്യാപാര കരാറുകൾ അടക്കമുള്ള അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ കയറ്റുമതി മേഖലയെ പരിപോഷിപ്പിക്കാൻ കൂടുതൽ വകയിരുത്തലുകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പ്രഖ്യാപനങ്ങൾ നൽകുന്ന പതിവ് ഇത്തവണയും ആവർത്തിച്ചേക്കും. കേരളത്തിൽ ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. എയിംസ്, അതിവേഗ റെയിൽപാത, വയനാട് പുനരധിവാസ ഫണ്ട് എന്നിവയുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാനം കാത്തിരിക്കുന്നത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നിർദ്ദേശങ്ങൾ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണപ്പെരുപ്പം നേരിടുന്ന മധ്യവർഗത്തിന് ആശ്വാസമേകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തുകയോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുകയോ ചെയ്തേക്കാം. കയറ്റുമതിയും വ്യാപാരവും വിദേശ വ്യാപാര കരാറുകൾ പ്രയോജനപ്പെടുത്തി കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്താൻ വൻ തുക വകയിരുത്തുമെന്നാണ് സൂചന. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ കരുത്തേകാൻ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജുകൾ പ്രതീക്ഷിക്കുന്നു. അതേസമയം കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വമ്പൻ പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചേക്കാം. അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക മേഖലയ്ക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയുള്ള ഒരു ജനപ്രിയ ബജറ്റ് ആകുമോ ഇതെന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ബജറ്റ് ചരിത്രത്തിലെ ചില കൗതുകങ്ങളും റെക്കോർഡുകളും ഇങ്ങനെയാണ്. ചരിത്രപരമായ 9ാം ബജറ്റ്. 2019 ധനമന്ത്രിയായി ചുമതലയേറ്റ നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കുന്നത് തന്റെ 9ാമത്തെ ബജറ്റാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം തവണ ബജറ്റ് അവതരിപ്പിച്ച ഏക ധനമന്ത്രി എന്ന റെക്കോർഡ് ഇതോടെ നിർമ്മല സീതാരാമന് സ്വന്തമാകും. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി 10 തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് തുടർച്ചയായിട്ടായിരുന്നില്ല. എന്നാൽ തുടർച്ചയായി ഇത്രയധികം തവണ ബജറ്റ് അവതരിപ്പിച്ച ഏക ധനമന്ത്രി എന്ന ബഹുമതി ഇതോടെ അവർക്ക് സ്വന്തമാകും. ആദ്യ പൂർണ്ണസമയ വനിതാ ധനമന്ത്രി. ഇന്ത്യൻ ബജറ്റ് അവതരണത്തിൽ വനിതാ സാന്നിധ്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. 1970 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ധനമന്ത്രാലയത്തിന്റെ അധിക ചുമതല വഹിക്കുകയും ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പൂർണ്ണസമയ വനിതാ ധനമന്ത്രി എന്ന പദവിയിലിരുന്ന ബജറ്റ് അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമൻ മാത്രമാണ്. ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം എന്ന റെക്കോർഡ് നിലവിൽ നിർമ്മല സീതാരാമന്റെ പേരിലാണ്. 2020 ഫെബ്രുവരി 1 2 മണിക്കൂർ 42 മിനിറ്റ് നീണ്ട പ്രസംഗമാണ് അവർ നടത്തിയത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം അവസാന 2 പേജുകൾ വായിക്കാതെയാണ് അന്ന് അവർ പ്രസംഗം അവസാനിപ്പിച്ചത്. പാരമ്പര്യത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തുടർന്നു പോന്ന പല കീഴ്വഴക്കങ്ങളും നിർമ്മല സീതാരാമൻ തിരുത്തി കുറിച്ചു. ബജറ്റ് രേഖകൾ സൂക്ഷിക്കുന്ന ബ്രിട്ടീഷ് ബ്രീഫ് കേസിന് പകരം ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ബഹിഗാഥയെ കൊണ്ടുവന്നതും പിന്നീട് അത് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാക്കി ടാബ്ലറ്റിൽ അവതരിപ്പിച്ചു തുടങ്ങിയതും ഇവരുടെ കാലത്താണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച ശുഭസൂചനകൾക്കിടയിലാണ് 2026 ബജറ്റ് അവതരിക്കപ്പെടുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും
ഇന്ത്യയുടെ യഥാർത്ഥ GDP 2025-26 സാമ്പത്തിക വർഷത്തിൽ 7.4% വളർച്ച കൈവരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. മുൻ വർഷത്തെ 6.5%-ത്തേക്കാൾ ഉയർന്ന വളർച്ചാ നിരക്കാണിത്. ജനുവരി 7-ന് പുറത്തിറക്കിയ ഈ മുൻകൂർ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നത്. ഇതിനോടകം തന്നെ ബജറ്റ് തയ്യാറെടുപ്പുകൾ എല്ലാം കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബജറ്റ് രാജ്യത്ത് അവതരിപ്പിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ ഭാരതത്തിന്റെ 7.4% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. GDP നിരക്കിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഭാരതം ഇതോടെ നിലനിർത്തും. ആദായ നികുതി ഇളവുകൾ, ഇടത്തരക്കാർക്കുള്ള ആശ്വാസ നടപടികൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയവയ്ക്ക് ഈ ബജറ്റിൽ മുൻഗണന ലഭിക്കുമെന്നും കരുതപ്പെടുന്നു. അടുത്ത ഘട്ട സാമ്പത്തിക പരിഷ്കാരം എന്നോണം കസ്റ്റംസ് നികുതി പരിഷ്കരണം നടപ്പാക്കാനാണ് ശ്രമം. ആദായ നികുതിയും GSTയും പോലെ കസ്റ്റംസ് നികുതിയും കൂടുതൽ ലളിതവും സുതാര്യവുമാക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് നികുതി കുറച്ചിരുന്നു. ഇനിയും കുറയാനുണ്ടെന്ന് വ്യക്തമാക്കിയ നിർമ്മല, ഇന്ത്യ നടത്തിപ്പ് വർഷം 7% കുറയാത്ത GDP വളർച്ച കൈവരിക്കുമെന്നും പറഞ്ഞു. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി നികുതിയിലാകും മാറ്റം കൊണ്ടുവരികയെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയില്ല. വാഹന ഇറക്കുമതിക്ക് ഇന്ത്യ കനത്ത നികുതിയാണ് ഈടാക്കുന്നതെന്ന പരിഭവം പല കമ്പനികൾക്കുമുണ്ട്. ഇതിലുൾപ്പെടെ കേന്ദ്രം ഇളവുകൾ നൽകുമോ എന്നാണ് ഏവരും കാതോർക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കേരളത്തിലടക്കം പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും ആ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി എന്തെങ്കിലുമൊക്കെ തരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സംസ്ഥാനങ്ങൾക്കുള്ളത്. ഏതായാലും 11 മണിക്കാണ് ഇന്ന് റെക്കോർഡ് പാർലമെന്റിൽ തിരുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനമന്ത്രി, ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും മോദി സർക്കാരിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അവർ അവതരിപ്പിക്കുന്ന ആ ബജറ്റിനായിട്ട് രാജ്യം കാതോർക്കാനായിട്ട് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്.